നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഷൊർണൂർ ഇപ്പം എന്താ അത്ര പ്രത്യേകത എന്നല്ല, അതേ ബസ് പോകുന്ന കണ്ടില്ലേ? ആ ബസ് പോകുന്ന വഴി കണ്ടിട്ടുണ്ടോ? ആ വഴി നിങ്ങൾ എത്ര പരിചയം ഉണ്ടാവില്ല. ഇതേതാ വഴിയെന്ന് പെട്ടെന്നൊന്ന് ആലോചിക്കും. അപ്പോൾ ഒരു പുതിയ റോഡ് ഇവിടെ തോന്നിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് നമ്മുടെ സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റോഡാണ്. പഴയ റോഡ് ഉണ്ടായിരുന്നില്ലേ? ആ പഴയ റോഡ് അടച്ചു. കഴിഞ്ഞ ദിവസം മുതൽ അടച്ചു. ഇപ്പോൾ പുതിയ റോഡ് ഓപ്പണായി. അതിൽ കൂടെ പുതിയ റൂട്ടിൽ കൂടെയാണ് ഇപ്പോൾ വണ്ടികൾ എല്ലാം ഓടാൻ തുടങ്ങുന്നത്. പഴയ റോഡ് ക്ലോസറാണ്. അതേ കൂടെ ആരും വന്നിട്ട് ബുദ്ധിമുട്ടാകേണ്ട, തിരിച്ചു പോകേണ്ടി വരും. അവിടെ ക്ലോസറാണ്. അപ്പോൾ ഇതാണ് പുതിയ റോഡ് ആ പാർക്കിങ്ങിൻ്റെ സൈഡിൽ കൂടെ, ആ പുതിയ ടാങ്കൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ സൈഡിൽ കൂടെയാണ് റോഡ് വരുന്നത്. അപ്പോൾ ദൂരവും അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ ഇത് കൂടെ ആയിരിക്കും വണ്ടികളൊക്കെ പോകുന്നത്. അപ്പോൾ പഴയ റോഡിൽ കൂടെ വരണ്ടെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നല്ല കട്ട വിരിച്ചിട്ട് നല്ല അടിപൊളി റോഡാണ്. ഇപ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല കാണാൻ. അപ്പം ഇനി മുതൽ അത് കൂടെ പോന്നാൽ മതി. എന്ന് മുതലാണിത് ഇങ്ങനെ ഓപ്പൺ ആക്കിയെന്നറിയില്ല. എന്തായാലും ആ പഴയ വഴി കൂടെ വന്നിട്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ കുറേ പേര് വന്നിട്ട് അതുകൂടെ വന്നിട്ട് ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ആ ബസ്സിൻ്റെ ബാക്കിൽ ഒരു വണ്ടിക്കാരൻ വന്നിട്ട് നിന്നിരുന്നു. ഇതിപ്പോൾ അയ്യോ ഇങ്ങനെയോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൻ്റെ എങ്ങനെയൊക്കെ കൂടെ അത് മാറ്റിയിട്ടോ എങ്ങനെയൊക്കെയാണ് മൂപ്പര് അത് കൂടെ പോകുന്നത്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടാൻ കാരണം ഉണ്ടായത്. പകൽ വന്നാൽ വലിയ സീനില്ല, രാത്രി വന്നാൽ ഇപ്പോൾ വല്ല ബുദ്ധിമുട്ടിൽ അത്യാവശ്യത്തിനൊക്കെ വരുമ്പോഴാണ് സീനാവുക. അത് കാരണമാണ് ഇതിപ്പോൾ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് അറിയുമല്ലോ. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്തോ. ഓക്കെ, അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ ബൈ.